അപ്പോഴേ ഇന്നത്തെ പരിപാടി എന്താന്ന് നോക്ക്. അണ്ണാറക്കണ്ണനും തന്നാലാവത് പുറത്തിറങ്ങിയിട്ട് 8 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം സമയം 9:15. ഇപ്പം മീൻകാരി മീനും കൊണ്ടുവന്നു. ആ മീനെ കുറച്ച് വാങ്ങി വെച്ചതാണ്. പിന്നെ ബാക്കി കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒരു 2.25 ലിറ്റർ വെള്ളം രാവിലെ തിളപ്പിക്കും. ഈ ഫ്ലാസ്കിൽ ഇതിൽ ബാക്കി ഇതിലൊഴിച്ചു വെക്കും. അപ്പോഴേ ഒരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാണല്ലോ. അപ്പോൾ അത് ചെയ്തു. രാവിലെ ചായ ഇട്ട് കുടിച്ചു. 5 മണിക്ക് എണീറ്റു. കുറച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പതിവ് പോലെ 6 മുതൽ 7 വരെ പൗർവിഷനിൽ TV പ്രോഗ്രാം ഇരുന്നു. അത് കഴിഞ്ഞ് വേറൊരു പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അത് പിന്നെ ചെവി കൊണ്ട് കേട്ടാൽ മതി കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ അതും നടന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്നാലാവത് ഞാൻ ചെയ്യും. അതിനിടയ്ക്ക് അതുകൊണ്ട് പുറത്തിട്ടിട്ട് ഞാൻ പുറത്ത് ഈ മൊബൈൽ കൊണ്ട് വെച്ചിട്ട് എന്തൊക്കെ കേട്ടെന്ന് നമുക്കതൊന്നും നോക്കാം. സോറി, എന്തൊക്കെ കേട്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തൊക്കെ കേട്ടതല്ല എന്തൊക്കെ ചെയ്തെന്ന്. ഇതെൻ്റെ വേസ്റ്റ് എടുത്ത പാത്രമാണ് കേട്ടോ. ഇതിനകത്തെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കത്തിച്ചു. ഇതേ ഒരു ചേച്ചി വന്ന് അടിച്ചു കൂട്ടുന്നില്ല. അതെല്ലാം കൂടി ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇത് കത്തിച്ച പുക ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് കത്തിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ കുറേ അടിച്ചു കൂട്ടിയത് വാരി ഇട്ട് കേട്ടോ. പിന്നെന്താ ചെയ്തെന്ന് പിന്നെയും പരിപാടിയുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കുറേ വെള്ളം കോരി ആ സൈഡിൽ അങ്ങ് ഒഴിച്ചു. ഇവിടുന്ന് 2 അടി അപ്പുറത്ത് വെള്ളം കോരി ഒഴിച്ചു. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് തീ കൊടുത്താൽ ഇതങ്ങ് കത്തിപ്പൊക്കോളൂ എന്ന് വിചാരിച്ചു. അപ്പോഴേ രാവിലെ തണുപ്പായത് കത്തുന്നില്ല കേട്ടോ. ഇത് ആകെ പിന്നെ ചാക്ക് എന്തിനാണെന്നല്ലേ, ഇതിന് കുറേ കടലാസ് ഉണ്ടായിരുന്നു, അല്ല കരിയില ഉണ്ടായിരുന്നു. അതെല്ലാം മാതിരി ആ ചാക്കിനകത്തിട്ട് പിന്നെ ഇവിടെ കിടന്ന് അത് അലവലാതി ഒക്കെ ഇതിൽ ഓട്ടിക്കിടന്ന് അടിച്ചു കൂട്ടുന്ന കരിയില കേട്ടോ. ഇതൊക്കെ ഒന്ന് ഇതാണ് ചവറ് വരണ്ടി. എല്ലാ ദേശത്തും ഇല്ല കേട്ടോ. ഇത് നല്ല ചവറ് വരണ്ടാൻ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാനതാ പറഞ്ഞ അണ്ണാറക്കണ്ണനും തന്നാലാവുന്നു. പൈസ എഴുതാറുണ്ടെന്ന് വിചാരിച്ചോണം കേട്ടോ. ആരോഗ്യത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ അങ്ങനെ അതും എല്ലാം വാരിയിട്ടു. ഒരു വിടുതം കത്തിച്ചു. ഇനി ഒരു സഹോദരി കൊണ്ടുവരുന്ന ചാണകമാണ്. അത് ഞാൻ കലക്കി വെച്ചേക്കുക കേട്ടോ. എനിക്ക് സമയമില്ല. ഇതുവരെ കോട്ടയം വരെ പോയി. കോട്ടയത്തൊരു നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഒരു പിന്നെ മെഗാ ക്രൂസൈഡ് ഉണ്ട് അവിടെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ. അതിന് രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞാൽ വന്ന്. അതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു മരണത്തിന് പോയി. അതും കോട്ടയത്തായിരുന്നു, ചിങ്ങവനത്ത്. ഇങ്ങനെ ഓരോരുത്തരും നടന്നുകൊണ്ട് ഇതുവരെ ഒഴിക്കാൻ പറ്റില്ല. കൂടുതൽ പുളിക്കുന്നത് നല്ലതാണ്. ഇതിങ്ങനെ കലക്കി വെച്ചേക്കുവാണ്. ഒരാഴ്ച ആയതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊഴിക്കണം. കൃഷിക്ക് എനിക്ക് താല്പര്യമുണ്ട്. എങ്കിലും കൃഷി നന്നായി ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഒരു ചേന നടും, ഒരു കാച്ചിൽ ഇടും. അപ്പോൾ ഒരു കാച്ചിൽ അതിൻ്റെ വള്ളിയൊക്കെ പഴുത്ത് കേട്ടോ. വള്ളി പഴുക്കുന്നതാണ് കാച്ചിൽ പറിക്കാൻ പാകമാകുന്നത്. ഒരിക്കൽ ഞാൻ ചെന്നൈയിൽ പോയി, മോൻ്റെ പോയിട്ട് വരുമ്പോൾ എൻ്റെ കാച്ചിലുണ്ടല്ലോ പകുതി നല്ലപോലെ വള്ളി വീശിയ കാച്ചിൽ. ആ കാച്ചിൽ പിന്നെ ആ 2 കത്തി കൊണ്ട് മുറിച്ച പോലെ മുറിച്ചിട്ടേക്കും. അപ്പോൾ ഈ ചാക്ക് കളയണ്ട. ഇതിനടി കരിയിലായതുകൊണ്ട് എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത് ഞാൻ തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചാക്ക് കളയാതെ എടുക്കാൻ നോക്കുക. എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നോക്കട്ടെ. അതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ വെയിറ്റില്ല. കാരണം മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ ഉണ്ടായതാണ്. സോറി, ഞാൻ എടുത്തിട്ട് കാണിക്കാം. പിന്നെ കാച്ചിൽ പറിച്ച് കേട്ടോ. അയ്യോ, ചേന പറിക്കുന്ന പോലെ വേഗം പറിക്കാൻ പറ്റത്തില്ല കാച്ചിൽ. കാരണം എന്താ, ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ താഴെ ഇട്ട് കാണിക്കാം. എനിക്കിത് ഒരു നേരം തിന്നാനേത് മതി. എന്നാലും ഇതാന്ന് മുറിച്ച് കളഞ്ഞോണ്ടാന്ന് തോന്നുന്നു. പകുതി എങ്ങനെയോ മുറിഞ്ഞു പോയി. തണ്ടങ്ങ് മുറിച്ചിട്ട് കിടന്നു. പിന്നെ ഇതെൻ്റെ പയറ് കൃഷിയാണ് കേട്ടോ. ഇതിനകത്ത് ഇത് പീച്ചലോ പീച്ചലെന്നാണ് പറഞ്ഞത്. അത് തൈ ഇതിനകത്തോട്ട് തന്നെ അങ്ങ് വെച്ചു. ഇതും പീച്ചലാണ്, അതിൻ്റെ ഒരു തൈയാണ്. പിന്നെ ഇതുണ്ടല്ലോ, മടുത്തു പോകാതെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ. കാരണം ഇതെല്ലാം ഇതിനകത്താണ് വെച്ചത്. കാരണം ഇവിടെ പണ്ടൊരു കഴിഞ്ഞ വർഷം ഒരു പന്തലിട്ടിരുന്നു. അതിൻ്റെ ഇതുണ്ട്. ഇതിലോട്ട് പയർ കയറ്റാമെന്ന് വിചാരിച്ചു. അതിനാണ് ഇവിടെ കൊണ്ടുവച്ച്. ഇതൊക്കെ ഇവിടെയൊക്കെ നിലമൊക്കെ ശരിയാക്കിയത് ചേച്ചി, ഒരു സൗകര്യമാണ്, ഞാനല്ല കേട്ടോ. പിന്നെ ഈ മുളച്ച് വയ്ക്കുന്നത് എന്താണെന്നറിയാം, മല്ലിയാണ്. ഇത് ഒരു 2 വർഷം മുമ്പ് മോൻ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന മല്ലിയാണ്. ഇവിടുത്തെ മുളയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലോ കുറേ നാൾ മുളയ്ക്കാതെ നിന്നു. അല്ല, ആദ്യത്തെ പ്രാവശ്യം മുളച്ചു.
പിന്നെ മുളച്ചില്ല. ഞാൻ കുറച്ചിരുന്നിട്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ കുറച്ച് മല്ലി എടുത്ത് വറുത്തരയ്ക്കുകയൊക്കെ ചെയ്തു. കാരണം മുളയ്ക്കുന്നില്ല, പല പ്രാവശ്യം നോക്കി. അപ്പോഴേ ഈ പ്രാവശ്യം അത് ഇത്രയും മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സംരക്ഷിച്ചെടുക്കണം. ഇനി ഒന്ന് പാകാൻ എൻ്റെ കയ്യിലെ മല്ലി ഏതായാലും ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് 2 വർഷം കുറഞ്ഞതായ മല്ലിയാണ്. അപ്പം മല്ലി ചില സാഹചര്യത്തിൽ മുളയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇത് ഞാൻ ഒരു 4-5 പ്രാവശ്യങ്ങൾ നട്ട ഇടയ്ക്ക് മുളച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ അത് മുളച്ചു. എന്താ കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല. സാഹചര്യങ്ങളൊക്കെ എല്ലാത്തിനും അനുകൂലമാകണം. ഇതുണ്ടോ, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ എണ്ണാറക്കണ്ണനും തന്നാലായിരുന്നു. അടിച്ചു കൂട്ടുന്ന കരിയിലെല്ലാം കൂടെ ഇട്ട് ഒരു 5-6 മാസം കിടന്നതാണ് കേട്ടോ. ഒരു കമ്പോസ്റ്റാണ് കേട്ടോ, കരിയില കമ്പോസ്റ്റാണ്. കാണുന്നുണ്ടല്ലോ, നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരു 100 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അതിവിടെ വാരിയിട്ട് എല്ലാത്തിനും നട്ടതിൻ്റെ ബാക്കിയാണ്. ഇത് കാണുന്നുണ്ടോ, അത് ആ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ ചുമന്ന മണ്ണ്, ഇവിടുത്തെ പൂഴി, ഇവിടുത്തെ മണ്ണ്, പിന്നെ കുറച്ച് വളം, പിന്നെ ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വരുന്നവരെ കൊണ്ട് ഞാൻ കൂട്ടിയിടിക്കുന്നതാണ് കേട്ടോ. നമുക്ക് കൃഷി താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല. അപ്പോൾ ഇതിവിടെ കൂട്ടിയിട്ടേക്കും. വല്ലൊരു പാത്രത്തിൽ കുറച്ചെടുത്താൽ ഇതിൽ പിന്നെ ഞാൻ ഒരു ബാഗിലൊക്കെ ചാക്കിലൊക്കെ അതങ്ങ് നിറയ്ക്കും. കുറച്ച് കരിയില അടിയിലിട്ടിട്ട് ഇതിവിടെ അങ്ങ് നിറയ്ക്കും. അപ്പോൾ ഇത് കുറച്ച് മണ്ണ് കൂട്ടിയതാണ്. വേറെ കുറച്ച് ഇത് വേറൊരിട്ട് മണ്ണ് കൂട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാ തരവും ഉണ്ട്. ഇവിടെ ഈ ആലപ്പുഴയിൽ ഈ ചുവന്ന മണ്ണിന് പറയുന്ന പൂഴി എന്നാണ് കേട്ടോ. നമ്മളിതിന് മണ്ണെന്ന് പറയും. അല്ല, കിഴക്കോട്ടുള്ളവർ. പിന്നെ ഇതാണ് ഇവിടുത്തെ മണ്ണ്. ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഓരോന്നിനൊക്കെ ഇട്ടതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇതിനകത്ത് വളമുണ്ട്, കോഴിവളമുണ്ട്, ചാരമുണ്ട്, എല്ലാ വകയുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതുപോലെ പച്ചക്കറിയുടെയൊക്കെ ബാഗിലൊക്കെ ഓരോ ബാഗിലുമൊക്കെ നിറയ്ക്കുക.